വെൽക്കം ബാക്ക്. ഇംഗ്ലീഷിൽ ഷോർട്ട് സെന്റൻസസ് നിർമ്മിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രണ്ടോ അതിൽ കൂടുതലോ ചെറിയ സെന്റൻസസിനെ കമ്പൈൻ ചെയ്ത് അല്പം വലിയൊരു സെന്റൻസ് നിർമ്മിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ രണ്ടോ അതിൽ കൂടുതലോ ക്ലോസസിനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ ഗ്രാമറിൽ പറയുന്നത് സെന്റൻസ് സിന്തസിസ് എന്നാണ്. സെന്റൻസ് സിന്തസിസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട റൂൾസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. 3-4 ഇമ്പോർട്ടൻറ്റ് റൂൾസേ ഉള്ളൂ. വീഡിയോ മുഴുവനായി കാണുക. ഈ റൂൾസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ റൈറ്റിംഗ് ആയാലും സ്പീച്ച് ആയാലും നല്ലതുപോലെ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. ശ്രദ്ധയോടെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. വളരെ സിമ്പിൾ ആയ ഒരു സെന്റൻസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. അവൾ വരില്ലെന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞു, ഷീ സെഡ്. അവൾ വരില്ലെന്ന്. അവളുടെ വാക്കുകളിൽ അവൾ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ? ഐ വിൽ നോട്ട് കം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. അവൾ പറഞ്ഞു, ഷീ സെഡ്. ഞാൻ വരില്ല, ഐ വിൽ നോട്ട് കം. ഇനി നമുക്ക് ഈ രണ്ട് സെന്റൻസസിനെയും കമ്പൈൻ ചെയ്യണം. അവൾ വരില്ലെന്ന് അവൾ പറഞ്ഞു, ഇതാണ് നമുക്ക് പറയേണ്ടത്. ഈ രണ്ട് ക്ലോസസിനെ കമ്പൈൻ ചെയ്ത് വേണം നമുക്ക് ഈ ലെങ്തിയായ സെന്റൻസ് നിർമ്മിക്കാൻ. അവൾ പറഞ്ഞു, അതുപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷീ സെഡ്. അവൾ വരില്ലെന്ന്. അവളുടെ ഭാഷയിൽ അവൾ പറഞ്ഞത് ഐ വിൽ നോട്ട് കം എന്നാണ്. നമ്മളിനി അവൾ വരില്ലെന്ന് അവൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ പ്രൊനൗൺസിൽ മാറ്റം വരും. അവൾ വരില്ലെന്ന്. ഐ എന്ന പ്രൊനൗണിന് പകരം പിന്നെ ഉപയോഗിക്കുന്നത് ഷീ എന്ന പ്രൊനൗണാണ്. അത്രയും ചെയ്താൽ മതിയോ? എന്ന്. അവൾ വരില്ലെന്ന് അവൾ പറഞ്ഞു. എന്ന മീനിങ്ങിന് വേണ്ടി നമുക്കിവിടെ ഉപയോഗിക്കാവുന്ന കൺജങ്ഷനാണ് ദാറ്റ്. ഷീ സെഡ് എന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊരു ക്വസ്റ്റ്യൻ അല്ല. ഐ വിൽ നോട്ട് കം എന്ന് പറയുന്നതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ കമ്പൈൻ ചെയ്ത് അവിടെ എന്ന ഒരു മീനിങ് വരുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് ദാറ്റ്. ഇത് ഓർത്തിരിക്കുക. രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ദാറ്റ് എന്ന കണക്ടർ ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻസിനെ കമ്പൈൻ ചെയ്യാൻ നമ്മൾ ദാറ്റ് എന്ന കണക്ടർ അല്ല യൂസ് ചെയ്യുക. ഷീ സെഡ്. പിന്നെ നമ്മളവിടെ ദാറ്റ്, ആ എന്ന മീനിങ്ങിന് വേണ്ടി ദാറ്റ് എഴുതും. ദാറ്റ് ഇവിടെ ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. ഷീ സെഡ് ദാറ്റ് ഷീ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് വിൽ അല്ല. ഇവിടെ ഷീ സെഡ് എന്നത് പാസ്റ്റ് ടെൻസിലാണ് അല്ലെ? സെഡ് എന്നത് സേ എന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ആണ്. ഇവിടുത്തെ മെയിൻ ക്ലോസ് ആണ് ഷീ സെഡ്. ഇങ്ങനെ മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ പിന്നെ ആ സെന്റൻസിൽ വരുന്ന മറ്റു ക്ലോസസിലും എല്ലാം പാസ്റ്റ് ടെൻസ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. വിൽ എന്നതല്ല നമ്മൾ പിന്നെ അവിടെ യൂസ് ചെയ്യുക. അതിന് പകരം അതിൻ്റെ പാസ്റ്റ് ഫോമായ വുഡ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് നോട്ട് കം. വില്ലിന് പകരം നമ്മൾ വുഡ് ഉപയോഗിച്ചു. അതെപ്പോഴും ശ്രദ്ധിക്കണം. അതിന് കാരണം ഇവിടുത്തെ മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ള വെർബ് പാസ്റ്റ് ടെൻസിലാണ് എന്നതാണ്. ഷീ സെഡ് എന്നത് പാസ്റ്റ് ടെൻസിലാണ്. സേ എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോമാണ് സെഡ്. ഇങ്ങനെ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാവുമ്പോൾ പിന്നെ അതിനുശേഷം വരുന്ന ക്ലോസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതും പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കണം. വില്ലിന്റെ പാസ്റ്റ് ഫോമാണ് വുഡ്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് നോട്ട് കം. ഇവിടെ ഈ ദാറ്റ് ഓപ്ഷണൽ ആണ്, നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഷീ സെഡ് ഷീ വുഡിൻ കം എന്ന് പറഞ്ഞാലും മതി. എന്ന ഒരു മീനിങ്ങിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന കണക്ടറാണ് ദാറ്റ്. അത് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒമിറ്റ് ചെയ്യാറുണ്ട്. എഴുതുന്ന സമയത്ത് പൊതുവെ ഒമിറ്റ് ചെയ്യാറില്ല. ഷീ സെഡ് ദാറ്റ് ഷീ വുഡിൻ കം. ഇവിടെ രണ്ട് ക്ലോസ് ഉണ്ട്. ഷീ സെഡ് ആണ് മെയിൻ ക്ലോസ്. ദാറ്റ് ഷീ വുഡിൻ കം എന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്. മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും തിരിച്ചറിയാൻ അത്ര ബുദ്ധിമുട്ടില്ല. മെയിൻ ക്ലോസിൽ കൺജങ്ഷനോ റിലേറ്റീവ് പ്രൊനൗൺസോ ഒന്നും കാണില്ല. ഷീ സെഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ. സബോർഡിനേറ്റ് ക്ലോസ് നമ്മൾ പൊതുവേ ഒരു കൺജങ്ഷൻ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ ഈ ക്ലോസ്, രണ്ടാമത്തെ ക്ലോസ് നോക്കിയാൽ ദാറ്റ് ഷീ വുഡിൻ കം എന്ന് പറയുന്നത് ദാറ്റ് എന്ന ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസിനാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസിലെ ടെൻസ് എപ്പോഴും മെയിൻ ക്ലോസിലെ ടെൻസിനനുസരിച്ചിരിക്കും. മെയിൻ ക്ലോസിലെ ടെൻസ്, മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൺജങ്ഷൻ ഒന്നും ഇല്ലാതെ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന ക്ലോസിനാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിലും നമ്മൾ പൊതുവെ പാസ്റ്റ് ടെൻസ് തന്നെയാണ് യൂസ് ചെയ്യുക. മെയിൻ ക്ലോസിൽ പ്രസന്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ ആണെങ്കിൽ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിലെ മീനിങ്ങിനനുസരിച്ച് ഏത് ടെൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഷീ സെഡ് ദാറ്റ് ഷീ വുഡിൻ കം. അവൾ വരില്ലെന്ന് അവൾ പറഞ്ഞു. ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് അവൻ എന്നോട് ചോദിച്ചു. അവൻ എന്നോട് ചോദിച്ചു. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഹി ആസ്ക്ഡ് മീ. അവൻ എന്നോട് ചോദിച്ചു. ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് അവൻ എന്തായിരിക്കും അവൻ്റെ ഭാഷയിൽ ചോദിച്ചിട്ടുണ്ടാവുക?
നീ എവിടെയാണ് പോകുന്നത്? ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു, നീ എവിടെയാണ് പോകുന്നത്? വേർ ആർ യു ഗോയിങ്? ഇനി നമുക്കിതിനെ കമ്പൈൻ ചെയ്യണം. ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് അവൻ എന്നോട് ചോദിച്ചു, അതാണ് പറയേണ്ടത്. പ്രൊനൗൺസിൽ വ്യത്യാസം വരുമെന്ന് ശ്രദ്ധിക്കുക. ഹി ആസ്ക്ഡ്, എന്നോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് മീ. എന്താ അവൻ ചോദിച്ചത്? ഞാൻ എവിടെയാണ് പോകുന്നതെന്ന്. നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ആ പ്രൊനൗൺ മാറി. അവൻ ചോദിച്ചത് നീ എവിടെയാണ് പോകുന്നത് എന്നായിരുന്നു. പക്ഷെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എവിടെയാണ് പോകുന്നത് എന്നല്ലേ നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ആ യു എന്ന പ്രൊനൗണിന് പകരം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ഐ ആണ്. ഹി ആസ്ക്ഡ് മീ വേർ ഐ വാസ് ഗോയിങ്. ഈ സെന്റൻസ് ശ്രദ്ധിക്കുക. ഇവിടുത്തെ മെയിൻ ക്ലോസ് ഹി ആസ്ക്ഡ്, അത് പാസ്റ്റ് ടെൻസിലാണ്. ആസ്ക്ഡ് എന്നത് ആസ്ക് എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോമാണ്. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ് ക്ലോസിലും നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കണം. വേർ ആർ യു ഗോയിങ് എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. നമ്മളിതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ പിന്നെ നമ്മളിതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്കാണ് മാറ്റുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ വേർ ആർ യു ഗോയിങ് എന്ന ആ ഒരു ക്വസ്റ്റിന് പകരം നമ്മളിവിടെ എഴുതിയത് വേർ ഐ വാസ് ഗോയിങ് എന്നാണ്. ഞാൻ എവിടെയാണ് പോകുന്നത്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, വേർഡ് ഓർഡർ ആണ്. വേർ വാസ് ഐ ഗോയിങ് എന്നല്ല നമ്മൾ പറയുന്നത്, വേർ ഐ വാസ് ഗോയിങ് എന്നാണ്. ഇവിടെ വേർ ആർ യു ഗോയിങ് എന്ന ഡയറക്റ്റ് ക്വസ്റ്റിനെ നമ്മളിവിടെ വേർ ഐ വാസ് ഗോയിങ് എന്ന് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യനെ നമ്മളൊരു സെന്റൻസുമായി കണക്ട് ചെയ്യുമ്പോൾ പിന്നെ അത് ക്വസ്റ്റ്യൻ അല്ല, അതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യന്റെ വേർഡ് ഓർഡർ നോർമൽ സെന്റൻസസിന്റെ തന്നെയാണ്. അതായത് സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബ് വരുന്നത്. വേർ വാസ് ഐ ഗോയിങ് എന്നല്ല, വേർ ഐ വാസ് ഗോയിങ് എന്നാണ് നമ്മൾ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ദാറ്റ് പോലുള്ള കണക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഹി ആസ്ക്ഡ് എന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വേർ ആർ യു ഗോയിങ് എന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റിനോട് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ, ഒരു WH ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഒരു WH ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുമ്പോൾ ആ WH ക്വസ്റ്റ്യൻ വേർഡ് ഏതോ അത് തന്നെയാണ് അവിടുത്തെ കണക്ടർ ആയിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ദാറ്റ് അതുപോലത്തെ കണക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്. ഹി ആസ്ക്ഡ് വേർ ഐ വാസ് ഗോയിങ്, ഹി ആസ്ക്ഡ് ദാറ്റ് വേർ ഐ വാസ് ഗോയിങ് എന്ന് പറയരുത്. ഇവിടുത്തെ കണക്ടർ വേർ എന്ന ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ്. ഒരു WH ക്വസ്റ്റ്യനെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റിനോട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ WH ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് ഇവിടുത്തെ കണക്ടർ. വേറൊരു കൺജങ്ഷനും അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വേർഡ് ഓർഡറും ടെൻസും ആണ്. വേർ ആർ യു ഗോയിങ് എന്ന ക്വസ്റ്റ്യനിൽ ആർ എന്ന ഓക്സിലറി വെർബ് യു എന്ന സബ്ജക്റ്റിന് മുന്നിലായിട്ടാണ് വന്നത്. നമ്മളതിനെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാക്കി ഹി ആസ്ക്ഡ് മീ വേർ ഐ വാസ് ഗോയിങ് എന്ന് പറയുമ്പോൾ പിന്നെ ആ ഓക്സിലറി വെർബ് അത് സബ്ജക്റ്റായ ഐക്ക് ശേഷമാണ് വന്നിട്ടുള്ളത്. ടെൻസിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുക. ഒറിജിനൽ ക്വസ്റ്റ്യൻ പ്രസന്റ് കണ്ടിന്യൂസിലായിരുന്നു. നമ്മളിതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസിലായി. പ്രനൗണിലും വ്യത്യാസം വന്നു. നീ എവിടെയാണ് പോകുന്നത്? അവന്റെ ഭാഷയിൽ അതാണ് അവൻ ചോദിച്ചത്. ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് അവൻ ചോദിച്ചു എന്നാണ് ഞാൻ റിപ്പോർട്ട് ചെയ്ത് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ യു എന്ന പ്രൊനൗണിന് പകരം പിന്നെ അവിടെ ഐ എന്ന പ്രൊനൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹി ആസ്ക്ഡ് വേർ ഐ വാസ് ഗോയിങ്. എനിക്ക് അവളെ സഹായിക്കാനാവുമോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. അവൾ എന്നോട് ചോദിച്ചു. ഷീ ആസ്ക്ഡ് മീ. എന്താവും അവൾ ചോദിച്ചിട്ടുണ്ടായിരിക്കുക? ക്യാൻ യു ഹെൽപ്പ് മീ? നിനക്ക് എന്നെ സഹായിക്കാനാവുമോ? അതല്ലേ അവളുടെ ഭാഷയിൽ അവൾ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ക്യാൻ യു ഹെൽപ്പ് മീ? നിനക്ക് എന്നെ സഹായിക്കാനാവുമോ? ഇനി നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുകയാണ്. എനിക്ക് അവളെ സഹായിക്കാനാവുമോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. ഷീ ആസ്ക്ഡ് മീ. ക്യാൻ യു ഹെൽപ്പ് മീ എന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് WH ക്വസ്റ്റ്യൻ ആണോ? അല്ല. ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ അതൊരു yes or no ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിന്റെ ആൻസറായി വരിക ഒന്നുകിൽ yes ആണ് അല്ലെങ്കിൽ no ആണ്. നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? നമുക്ക് യെസ് എന്ന ആൻസർ പറയാം, അല്ലെങ്കിൽ നോ എന്ന ആൻസർ പറയാം. ഇങ്ങനെ ആൻസറായി യെസ് അല്ലെങ്കിൽ നോ വരുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ഗ്രാമറിൽ പറയുന്ന yes or no ക്വസ്റ്റ്യൻസ് എന്നാണ്. ഇങ്ങനെ ഒരു yes or no ക്വസ്റ്റ്യനെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈഫ് അല്ലെങ്കിൽ വെദർ എന്നൊരു കൺജങ്ഷൻ ഉപയോഗിച്ചു. രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഒരു ക്വസ്റ്റ്യൻ, ഒരു yes or no ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കണം. ഏതും ഉപയോഗിക്കാം. വെദർ കുറച്ചുകൂടി ഫോർമൽ ആണ്. പൊതുവെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈഫ് ആണ് അധികം യൂസ് ചെയ്യുക. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയാം. ഷീ ആസ്ക്ഡ് മീ ഈഫ് ഐ കുഡ് ഹെൽപ്പ് ഹെർ. ക്യാൻ എന്ന വെർബിന് പകരം നമ്മൾ പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കുഡ് എന്ന വെർബാണ്. ക്യാനിന്റെ പാസ്റ്റ് ഫോം ആണ് കുഡ്. ഇവിടെ ആസ്ക്ഡ് എന്ന വെർബ് പാസ്റ്റ് ടെൻസിലായത് കാരണമാണ് പിന്നെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ ക്യാനിന് പകരം കുഡ് ഉപയോഗിച്ചത്. ഇവിടുത്തെ മെയിൻ ക്ലോസ് ഷീ ആസ്ക്ഡ് മീ ആണ്. അവൾ എന്നോട് ചോദിച്ചു. ഈഫ് ഐ കുഡ് ഹെൽപ്പ് ഹെർ അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഈ സബോർഡിനേറ്റ് ക്ലോസ് നമ്മൾ ഈഫ് എന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാവുന്ന സമയത്ത് സബോർഡിനേറ്റ് ക്ലോസിലും നമ്മൾ പാസ്റ്റ് ടെൻസസ് തന്നെ ഉപയോഗിക്കണം. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് ഹെർ എന്നല്ല പറയേണ്ടത്. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ കുഡ് ഹെൽപ്പ് ഹെർ. ക്യാനിന് പകരം നമ്മളിവിടെ പിന്നെ ഉപയോഗിക്കുന്നത് കുഡാണ്. പ്രൊനൗണിൽ വരുന്ന വ്യത്യാസവും ശ്രദ്ധിക്കണം. ശ്യാം എവിടെയാണെന്ന് നിനക്കറിയാമോ? നിനക്കറിയാമോ? ഡു യു നോ? ഒറിജിനൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ശ്യാം എവിടെയാണ്? വെർ ഈസ് ശ്യാം? വെർ ഈസ് ശ്യാം എന്നത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസിനെ കമ്പൈൻ ചെയ്യുമ്പോൾ പിന്നെ അവിടെ ഇതൊരു WH ക്വസ്റ്റ്യൻ ആയത് കാരണം വേറെ ഒരു കണക്ടേഴ്സും യൂസ് ചെയ്യേണ്ട. ആ WH ക്വസ്റ്റ്യൻ വേർഡ്, വേർ എന്ന ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ഇവിടുത്തെ കണക്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഡു യു നോ വേർ ശ്യാം ഈസ്? വേർഡ് ഓർഡർ ശ്രദ്ധിക്കുക. വേർ ഈസ് ശ്യാം എന്നതായിരുന്നു ഒറിജിനൽ ക്വസ്റ്റ്യൻ. നമ്മളതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ പിന്നെ പറയുന്നത് വേർ ശ്യാം ഈസ് എന്നാണ്. ഈസ് വന്നത് സബ്ജക്റ്റായ ശ്യാമിന് ശേഷമാണ്. ക്വസ്റ്റ്യൻസിൽ പൊതുവെ സബ്ജക്റ്റിന് മുന്നിലാണ് ഓക്സിലറി വെർബ്സ് വരിക. പക്ഷേ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബ് വരുന്നത്. ഇവിടെ നമ്മൾ ടെൻസിൽ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഡു എന്നത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ്. ഡു യു നോ എന്ന ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇവിടുത്തെ മെയിൻ ക്ലോസ് പ്രസന്റ് ടെൻസിലായത് കാരണം തന്നെ സബോർഡിനേറ്റ് ക്ലോസിൽ നമുക്ക് ഏത് ടെൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ശ്യാം എവിടെയാണ്? വെർ ഈസ് ശ്യാം? അതായിരുന്നു നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ. അത് പ്രസന്റ് ടെൻസിലാണ്. നമ്മൾ ഇതിനെ ഈ രണ്ട് സെന്റൻസസിനെയും കമ്പൈൻ ചെയ്യുമ്പോഴും പിന്നെയും നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസ് തന്നെയാണ്. ഡു യു നോ വേർ ശ്യാം ഈസ്? വേർഡ് ഓർഡർ ശ്രദ്ധിക്കുക. വെർ ഈസ് ശ്യാം എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ഓക്സിലറി ആയി ഈസ് സബ്ജക്റ്റ് ആയ ശ്യാമിന് മുന്നിലാണ് വന്നത്. പക്ഷെ നമ്മൾ ഈ രണ്ട് സെന്റൻസസിനെയും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സെന്റൻസിൽ നമ്മൾ ഓക്സിലറി വെർബായി ഈസ് ഉപയോഗിച്ചിട്ടുള്ളത് സബ്ജക്റ്റ് ആയ ശ്യാമിന് ശേഷമാണ്. വേർ ശ്യാം ഈസ് എന്നത് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എപ്പോഴും സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബ് വരിക. അവൾ എന്താണ് നേരത്തെ പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നോ ഐ ഡോണ്ട് നോ എന്നോ പറയാം. അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പൊതുവെ ഉപയോഗിക്കുന്ന മറ്റൊരു എക്സ്പ്രഷനാണ് ഐ വണ്ടർ. ഞാൻ അത്ഭുതപ്പെടുന്നു എന്നൊരു മീനിങ് ഒന്നും അതിനില്ല. നമുക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല എന്ന അർത്ഥത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ സർപ്രൈസ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് ഐ വണ്ടർ. അത് പ്രസന്റ് ടെൻസിലാണ്. അവൾ എന്താണ് നേരത്തെ പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ നേരത്തെ പോയി, അല്ലെ? ഷീ ലെഫ്റ്റ് ഏർലി. അവൾ നേരത്തെ പോയി. എന്തുകൊണ്ട് നേരത്തെ പോയി? വൈ ഡിഡ് ഷീ ലീവ് ഏർലി? ഷീ ലെഫ്റ്റ് ഏർലി എന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് എന്തുകൊണ്ട് നേരത്തെ പോയി? വൈ ഡിഡ് ഷീ ലീവ് ഏർലി? നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡിഡ് യൂസ് ചെയ്യും. വൈ ഡിഡ് ഷീ ലീവ് ഏർലി? അവൾ എന്തുകൊണ്ട് നേരത്തെ പോയി? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇനി ഈ രണ്ട് സെന്റൻസസിനെയാണ് കമ്പൈൻ ചെയ്യേണ്ടത്. ഐ വണ്ടർ എന്നത് പ്രസന്റ് ടെൻസിലാണ്. ഇവിടുത്തെ മെയിൻ ക്ലോസ് അതാണ് ഐ വണ്ടർ എന്നത്. അത് പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ ഏത് ടെൻസ് വേണമെങ്കിലും മീനിങ്ങിനനുസരിച്ച് ഉപയോഗിക്കാം. നമ്മളുടെ സബോർഡിനേറ്റ് ക്ലോസിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. വൈ ഡിഡ് ഷീ ലീവ് ഏർലി എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. ഐ വണ്ടർ വൈ ഷീ ലെഫ്റ്റ് ഏർലി. ഇവിടെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഒരു ക്വസ്റ്റ്യൻ, ഒരു WH ക്വസ്റ്റ്യനാണ് ആഡ് ചെയ്യുന്നത്. ഒരു WH ക്വസ്റ്റ്യനെ ആഡ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളവിടെ വേറെ കണക്റ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല. ആ WH ക്വസ്റ്റ്യൻ വേർഡ് ഏതോ അത് തന്നെയാണ് അവിടെ കണക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. ഐ വണ്ടർ ദാറ്റ് അതൊന്നും പറയരുത്. ഐ വണ്ടർ വൈ ഷീ ലെഫ്റ്റ് ഏർലി. വൈ ഡിഡ് ഷീ ലീവ് ഏർലി എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഇതിനെ ആ ക്വസ്റ്റ്യനെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ പിന്നെ അത് ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന വേർഡ് ഓർഡർ ക്വസ്റ്റ്യൻ്റെ അല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെയാണ്. ഐ വണ്ടർ വൈ ഷീ ലെഫ്റ്റ് ഏർലി. ഡിഡ് ഷീ ലീവ് എന്നതിൻ്റെ അഫിർമേറ്റീവ് ഫോം ആണ് ഷീ ലെഫ്റ്റ് എന്നത്. ഐ വണ്ടർ വൈ ഡിഡ് ഷീ ലീവ് ഏർലി എന്ന് ചോദിക്കരുത്. വൈ ഷീ ലെഫ്റ്റ് ഏർലി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ ഫോം അല്ല, സബ്ജക്റ്റിന് ശേഷമാണ് നമ്മൾ വെർബ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് മുന്നിൽ വരും. നമ്മളിങ്ങനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ പിന്നെ നമ്മൾ ആ ഓക്സിലറി അവിടെ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ആ മെയിൻ വെർബ് ഏതോ അത് മാത്രമാണ് ടെൻസിനനുസരിച്ച് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ മെയിൻ വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് നമ്മൾ ലീവ് എന്നതിൻ്റെ പാസ്റ്റ് സിമ്പിൾ ഫോമായ ലെഫ്റ്റ് ഉപയോഗിച്ചു. ഐ വണ്ടർ വൈ ഷീ ലെഫ്റ്റ് ഏർലി. വൈ ഡിഡ് ഷീ ലീവ് ഏർലി എന്ന് പിന്നെ പറയരുത്. ബാങ്കുകൾ എത്ര മണിക്കാണ് അടയ്ക്കുന്നതെന്ന് അവൾ എന്നോട് ചോദിച്ചു. അവൾ എന്നോട് ചോദിച്ചു. ഷീ ആസ്ക്ഡ് അല്ലെങ്കിൽ ഷീ ആസ്ക്ഡ് മീ. ബാങ്കുകൾ എത്ര മണിക്കാണ് അടയ്ക്കുന്നത്? അതായിരിക്കും ഒറിജിനൽ ക്വസ്റ്റ്യൻ. എത്ര മണിക്ക്? വാട്ട് ടൈം? ബാങ്കുകൾ അടയ്ക്കുന്നത്. ബാങ്കുകൾ എന്ന് പറയുമ്പോൾ അതൊരു പ്ലൂറൽ നൗൺ ആണ്. ബാങ്ക്സ് അത് പ്ലൂറൽ നൗൺ ആണ്. ബാങ്കുകൾ അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളെല്ലാം അടയ്ക്കുന്നതും തുറക്കുന്നതും എല്ലാം ഒരു ടൈം ടേബിളിൻ്റെ ഭാഗമായ കാര്യങ്ങളാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ടൈം ടേബിളിൻ്റെ ഭാഗമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക.
അപ്പോൾ ഇവിടെയും നമുക്ക് വേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് ബാങ്കുകൾ എന്നത്, ബാങ്ക്സ് എന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആയത് കാരണം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡു ആണ്. വാട്ട് ടൈം ഡു ബാങ്ക്സ് ക്ലോസ്? എത്ര മണിക്കാണ് ബാങ്കുകൾ അടയ്ക്കുന്നത്? ഷീ ആസ്ക്ഡ്. അതാണ് ഒരു സെന്റൻസ്. അവൾ ചോദിച്ചു. വാട്ട് ടൈം ഡു ദ ബാങ്ക്സ് ക്ലോസ്? എത്ര മണിക്കാണ് ബാങ്കുകൾ അടയ്ക്കുന്നത്? ദ ബാങ്ക്സ് എന്ന് പറയുന്നതിന് കാരണം നമ്മളിവിടെ സംസാരിക്കുന്നത് ആ ടൗണിലുള്ള ബാങ്കുകളെ, ചില പ്രത്യേക ബാങ്കുകളെ കുറിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ദ ബാങ്ക്സ് എന്ന് പറയുന്നത്. വാട്ട് ടൈം ഡു ദ ബാങ്ക്സ് ക്ലോസ്? എത്ര മണിക്കാണ് ബാങ്കുകൾ അടയ്ക്കുന്നത്? അവൾ ചോദിച്ചു. നമുക്കിനി ഇതിനെ കമ്പൈൻ ചെയ്യണം. ഷീ ആസ്ക്ഡ് എന്നതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ട് ടൈം ഡു ദ ബാങ്ക്സ് ക്ലോസ് എന്ന് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യനെയാണ് കമ്പൈൻ ചെയ്യുന്നത്. ഒരു WH ക്വസ്റ്റ്യനെയാണ് ആഡ് ചെയ്യുന്നത്. WH ക്വസ്റ്റ്യനെ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ കൺജങ്ഷൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട. വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷീ ആസ്ക്ഡ് അല്ലെങ്കിൽ ഷീ ആസ്ക്ഡ് മീ വാട്ട് ടൈം ദ ബാങ്ക്സ് ക്ലോസ്ഡ്. ഷീ ആസ്ക്ഡ് വാട്ട് ടൈം ദ ബാങ്ക്സ് ക്ലോസ്ഡ്. ശ്രദ്ധിക്കുക, ഷീ ആസ്ക്ഡ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ വാട്ട് ടൈം ഡു ദ ബാങ്ക്സ് ക്ലോസ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരുന്നു. പക്ഷേ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലായത് കാരണം പിന്നെ നമ്മൾ ആ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നതും പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കണം. പ്രസന്റ് ടെൻസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഡു ദ ബാങ്ക്സ് ക്ലോസ് എന്നത് പ്രസന്റ് ടെൻസിലുള്ളൊരു ക്വസ്റ്റ്യൻ ഫോം ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസിലുള്ള അഫിർമേറ്റീവ് ഫോം ആണ് ക്ലോസ്ഡ് എന്നത്. ഷീ ആസ്ക്ഡ് വാട്ട് ടൈം ദ ബാങ്ക്സ് ക്ലോസ്ഡ്. ഷീ ആസ്ക്ഡ് വാട്ട് ടൈം ഡു ദ ബാങ്ക്സ് ക്ലോസ് എന്നോ ഡിഡ് ദ ബാങ്ക്സ് ക്ലോസ് എന്നോ ചോദിക്കരുത്. കാരണം ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ സബ്ജക്റ്റിന് ശേഷമാണ് വെർബ് യൂസ് ചെയ്യുക. ഡു, ഡസ്, ഡിഡ് അതൊന്നും നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യില്ല. അതിന് പകരം ആ വെർബിന്റെ ഫോം V1, V2, V3 അത് ഏതാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഉപയോഗിക്കുക. ഷീ ആസ്ക്ഡ് വാട്ട് ടൈം ദ ബാങ്ക്സ് ക്ലോസ്ഡ്. വാട്ട് ടൈം ഡിഡ് ദ ബാങ്ക്സ് ക്ലോസ് എന്നോ വാട്ട് ടൈം ഡു ദ ബാങ്ക്സ് ക്ലോസ് എന്നോ പറയരുത്. വാട്ട് ടൈം ദ ബാങ്ക്സ് ക്ലോസ്ഡ്. ക്ലോസ്ഡ് എന്ന പാസ്റ്റ് സിമ്പിൾ വെർബ് നമ്മളിവിടെ ഉപയോഗിക്കാൻ കാരണം ഇവിടുത്തെ മെയിൻ വെർബ് ആസ്ക്ഡ് എന്നത് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ, അതായത് ആ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിലും നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചത്. ഞാൻ പാർട്ടിക്ക് വരുന്നുണ്ടോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. അവൾ എന്നോട് ചോദിച്ചു. ഷീ ആസ്ക്ഡ് മീ. അവൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക? ആർ യു കമ്മിങ് ടു ദ പാർട്ടി? നീ പാർട്ടിക്ക് വരുന്നുണ്ടോ? അതായിരിക്കുമല്ലോ അവളുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ. ഷീ ആസ്ക്ഡ് ആർ യു കമ്മിങ് ടു ദ പാർട്ടി. ഞാനിത് കമ്പൈൻ ചെയ്യുമ്പോൾ ഞാനിത് ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ പാർട്ടിക്ക് വരുന്നുണ്ടോ എന്ന് അവൾ എന്നോട് ചോദിച്ചു എന്നാണ്. പ്രൊനൗൺസിൽ വ്യത്യാസം വരുന്നുണ്ട്. അവൾ ചോദിച്ചത് ആർ യു കമ്മിങ് എന്നാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ഐ ആണ്. ഞാൻ വരുന്നുണ്ടോ എന്ന് അവൾ ചോദിച്ചു എന്നാണ് എനിക്ക് പറയേണ്ടത്. ഷീ ആസ്ക്ഡ് മീ ആർ യു കമ്മിങ് ടു ദ പാർട്ടി എന്നത് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യനെ നമ്മൾ മറ്റൊരു സ്റ്റേറ്റ്മെന്റിനോട് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈഫ് അല്ലെങ്കിൽ വെദർ എന്നൊരു കൺജങ്ഷൻ ഉപയോഗിക്കും. ഏതും ഉപയോഗിക്കാം. ഈഫ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം. ഏതെങ്കിലും ഒന്നേ ഉപയോഗിക്കാവൂ. ഷീ ആസ്ക്ഡ് ഈഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി. ഷീ ആസ്ക്ഡ് മീ ഈഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി. ആർ യു കമ്മിങ് ടു ദ പാർട്ടി എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ പ്രസന്റ് കണ്ടിന്യൂസിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അത് മാത്രമല്ല ക്വസ്റ്റ്യൻ ഫോം അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റിന്റെ ഫോമാണ്. ഐ വാസ് ഗോയിങ് എന്നാണ് പറഞ്ഞത്, വാസ് ഐ ഗോയിങ് എന്നല്ല പറയുന്നത്. ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എപ്പോഴും സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബ് വരിക. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യന്റെ വേർഡ് ഓർഡർ സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ വേർഡ് ഓർഡർ തന്നെയാണ്. ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി. ഇഫ് വാസ് ഐ എന്ന് പറയരുത്, ഇഫ് ആം ഐ എന്നും പറയരുത്. കാരണം നമുക്കിവിടെ ആസ്ക്ഡ് എന്ന വെർബ് പാസ്റ്റ് ടെൻസിലായത് കാരണം നമുക്ക് ആ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിലും ഒരു പാസ്റ്റ് ടെൻസ് തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യുന്നത് ആറിന് പകരം. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്തിട്ടില്ല എന്നത് കൂടി ശ്രദ്ധിക്കണം. ആർ യു കമ്മിങ് ടു ദ പാർട്ടി എന്നതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിച്ചു. ആ ക്വസ്റ്റ്യനെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാക്കി ലോങ് ആയ ഒരു സെന്റൻസ് നിർമ്മിക്കുമ്പോൾ പിന്നെ നമ്മളവിടെ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുന്നില്ല. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ആണ്. കാരണം ഇതൊരു ക്വസ്റ്റ്യൻ അല്ല. അവൾക്ക് എന്നോട് എന്താണ് ഇത്ര ദേഷ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നോ ഐ ഡോണ്ട് നോ എന്നോ പറയാം. അവൾക്ക് എന്താണ് എന്നോട് ഇത്ര ദേഷ്യം? വൈ ഈസ് ഷീ സോ ആംഗ്രി വിത്ത് മീ. അവൾക്ക് എന്തുകൊണ്ടാണ് എന്നോട് ഇത്ര ദേഷ്യം? വൈ ഈസ് ഷീ സോ ആംഗ്രി വിത്ത് മീ. ഇത്ര ദേഷ്യം എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ സോ ആംഗ്രി എന്ന് പറയുന്നത്.
വൈ ഈസ് ഷീ സോ ആംഗ്രി വിത്ത് മീ. എന്നോട് ഇത്ര ദേഷ്യം എന്ന ഒരു മീനിങ്ങിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് വിത്ത്. വൈ ഈസ് ഷീ സോ ആംഗ്രി വിത്ത് മീ. ഇനി നമുക്ക് ഇതിനെ രണ്ടിനെയും, ഈ സ്റ്റേറ്റ്മെന്റിനെയും ക്വസ്റ്റിനെയും നമുക്ക് കമ്പൈൻ ചെയ്യണം. ഐ ഡോണ്ട് നോ എന്ന മെയിൻ ക്ലോസ് ഇവിടെ പ്രസന്റ് ടെൻസിലാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. ടെൻസ് അതേ ടെൻസ് തന്നെ യൂസ് ചെയ്യാം. മെയിൻ ക്ലോസ് പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആവുന്ന സമയത്ത് നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ ഏത് ടെൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം മീനിങ്ങിനനുസരിച്ച്. ഐ ഡോണ്ട് നോ വൈ ഷീ ഈസ് ആംഗ്രി വിത്ത് മീ. നമ്മൾ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. ഈസ് ഷീ എന്നതിന് പകരം ഷീ ഈസ് എന്നാക്കി. അതാണ് നമ്മളിവിടെ വരുത്തിയ ഒരേ ഒരു ചേഞ്ച്. ഐ ഡോണ്ട് നോ വൈ ഷീ ഈസ് സോ ആംഗ്രി വിത്ത് മീ. വൈ ഈസ് ഷീ സോ ആംഗ്രി എന്ന് പറയുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഈസ് എന്ന ഓക്സിലറി വെർബ് സബ്ജക്റ്റായ ഷീക്ക് മുന്നിൽ ഉപയോഗിച്ചു. വൈ ഷീ ഈസ് സോ ആംഗ്രി എന്ന് പറയുമ്പോൾ പിന്നെ അതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഈസ് എന്ന ഓക്സിലറി നമ്മളിവിടെ സബ്ജക്റ്റായ ഷീക്ക് ശേഷം ഉപയോഗിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുന്നില്ല, അതും ശ്രദ്ധിക്കണം. ഐ ഡോണ്ട് നോ വൈ ഷീ ഈസ് ആംഗ്രി വിത്ത് മീ. അവൾക്ക് എന്താണ് എന്നോട് ഇത്ര ദേഷ്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ എവിടെയാണ് പോയതെന്ന് നിനക്കറിയാമോ? നിനക്കറിയാമോ? ഡു യു നോ? അവൻ എവിടെയാണ് പോയത്? വേർ ഹാസ് ഹി ഗോൺ? നമ്മളിവിടെ രണ്ട് ക്വസ്റ്റ്യനാണ് കമ്പൈൻ ചെയ്യുന്നത്. ഡു യു നോ എന്നതൊരു ക്വസ്റ്റ്യൻ ആണ്, വേർ ഹാസ് ഹി ഗോൺ എന്നതും ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. ഡു യു നോ വേർ ഹി ഹാസ് ഗോൺ? ഡു യു നോ വേർ ഹി ഹാസ് ഗോൺ? വേർ ഹാസ് ഹി ഗോൺ എന്നല്ല നമ്മൾ പറയുന്നത്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ വേർഡ് ഓർഡർ ആണ്. ഡു യു നോ എന്നത് പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടെൻസിലൊന്നും പിന്നീട് മാറ്റം വരുത്തുന്നില്ല. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ് നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്നത്. വേർ ഹാസ് ഹി ഗോൺ എന്ന ക്വസ്റ്റ്യൻ പ്രസന്റ് പെർഫെക്റ്റിലാണ്. അതേ ടെൻസ് തന്നെയാണ് നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസിനെ കമ്പൈൻ ചെയ്യുമ്പോഴും പിന്നീട് ആ ക്ലോസിൽ യൂസ് ചെയ്യുന്നത്. ഡു യു നോ വേർ ഹി ഹാസ് ഗോൺ? നമ്മൾ വരുത്തിയിട്ടുള്ള ഒരേ ഒരു ചേഞ്ച് ഹാസ് ഹി എന്നതിന് പകരം ഹി ഹാസ് എന്നാക്കി എന്നത് മാത്രമാണ്. ടെൻസിൽ മാറ്റം വരുത്താതിരിക്കാനുള്ള കാരണം ഇവിടുത്തെ മെയിൻ ക്ലോസ് ഡു യു നോ എന്നത് പ്രസന്റ് ടെൻസിലാണ്. മെയിൻ ക്ലോസ് പ്രസന്റ് ടെൻസിലാവുമ്പോൾ പിന്നെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലാതെ പാസ്റ്റ് ടെൻസിലേക്ക് സബോർഡിനേറ്റ് ക്ലോസിനെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല. എത്ര മണിക്കാണ് ഷോ തുടങ്ങുന്നതെന്ന് നിനക്കറിയാമോ? നിനക്കറിയാമോ? ഡു യു നോ? എത്ര മണിക്കാണ് ഷോ തുടങ്ങുന്നത്? വാട്ട് ടൈം ഡസ് ദ ഷോ ബിഗിൻ അല്ലെങ്കിൽ സ്റ്റാർട്ട്? ഡു യു നോ? നിനക്കറിയാമോ? എത്ര മണിക്കാണ് ഷോ തുടങ്ങുന്നത്? വാട്ട് ടൈം ഡസ് ദ ഷോ ബിഗിൻ? സ്റ്റാർട്ട് എന്നും ഉപയോഗിക്കാം. വാട്ട് ടൈം ഡസ് ദ ഷോ ബിഗിൻ? നമ്മളിവിടെ ഡസ് ഉപയോഗിക്കാൻ കാരണം അറിയാലോ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് ദ ഷോ എന്നത് ഒരു സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡസ് ഉപയോഗിക്കുന്നത്. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ് നമ്മൾ ഡു യൂസ് ചെയ്യുക. വാട്ട് ടൈം ഡസ് ദ ഷോ സ്റ്റാർട്ട്? എത്ര മണിക്കാണ് ഷോ തുടങ്ങുന്നത്? ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. ഡു യു നോ വാട്ട് ടൈം ദ ഷോ സ്റ്റാർട്ട്സ് അല്ലെങ്കിൽ ബിഗിൻസ്? പിന്നെ നമ്മൾ അവിടെ ഡസ് യൂസ് ചെയ്യുന്നില്ല. കാരണം ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡു ഡസ് ഡിഡ് അതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. അതിന് പകരം നമ്മൾ V1 അല്ലെങ്കിൽ V2 ആണ് അവിടെ യൂസ് ചെയ്യുക. ഡു യു നോ വാട്ട് ടൈം ദ ഷോ സ്റ്റാർട്ട്സ്? ഷോ സിംഗുലർ സബ്ജക്റ്റ് ആയത് കാരണമാണ് നമ്മളിവിടെ സ്റ്റാർട്ട് എന്ന വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തത്. ടെൻസ് ഒന്നും നമ്മൾ മാറ്റിയില്ല. കാരണം മെയിൻ ക്ലോസ് ഡു യു നോ എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. പ്രസന്റ് ടെൻസിലാകുമ്പോൾ പിന്നെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ സാധാരണഗതിയിൽ വരുന്നില്ല. ആവശ്യമെങ്കിൽ നമ്മൾ ഉപയോഗിക്കും. ഒഴിവ് സമയങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യാറെന്ന് അവൾ എന്നോട് ചോദിച്ചു. ഷീ ആസ്ക്ഡ് മീ. ഒഴിവ് സമയങ്ങളിൽ എന്താണ് ചെയ്യാറ്? അവൾ ചോദിച്ചിട്ടുണ്ടാവുക ഒഴിവ് സമയങ്ങളിൽ നീ എന്താണ് ചെയ്യാറ് എന്നായിരിക്കും. വാട്ട് ഡു യു ഡു ഇൻ യുവർ സ്പെയർ ടൈം? ഡു എന്ന വെർബ് നമുക്ക് മെയിൻ വെർബായി യൂസ് ചെയ്യാം. മെയിൻ വെർബായി യൂസ് ചെയ്യുമ്പോൾ അതിനർത്ഥം ചെയ്യുക എന്നാണ്. യു ഡു എന്ന് പറയുമ്പോൾ നീ ചെയ്യുക എന്നർത്ഥം. ക്വസ്റ്റ്യൻ ആക്കുന്നതിന് വേണ്ടി അതിൽ യു ഡു എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഡു അത് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഡു ആണ്, ഓക്സിലറി ആണത്. രണ്ടാമത്തെ ആ ഡു അത് ചെയ്യുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെയിൻ വെർബാണ്. വാട്ട് ഡു യു ഡു ഇൻ യുവർ സ്പെയർ ടൈം? നീ നിന്റെ ഒഴിവ് സമയങ്ങളിൽ എന്താണ് വായിക്കുന്നത് എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയുക. വാട്ട് ഡു യു റീഡ് ഇൻ യുവർ സ്പെയർ ടൈം? എന്താണ് വായിക്കാറ്? ആ റീഡിന് പകരമായി നമ്മൾ ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെയിൻ വെർബ് മാത്രമാണ് ഇവിടുത്തെ ഡു. ഷീ ആസ്ക്ഡ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്റ്റ് വെർബ്സ് ആണ് യൂസ് ചെയ്യുക. ഡു യു ഡു എന്നത് പ്രസന്റ് ടെൻസിലാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. നമുക്കിനി ഇതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. ഷീ ആസ്ക്ഡ് വാട്ട് ഐ ഡിഡ് ഇൻ മൈ സ്പെയർ ടൈം. പിന്നെ നമ്മൾ ഡിഡ് ഐ ഡു എന്നല്ല പറയുന്നത്, ഐ ഡിഡ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ആ ഒരു വെർബാണ് നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ളത്.
ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ ഡു ഡസ് ഡിഡ് യൂസ് ചെയ്യില്ല എന്ന്. ഇവിടെ ഡിഡ് എന്നത് മെയിൻ വെർബ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെയ്തു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഡിഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തു എന്ന അർത്ഥത്തിൽ നമുക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലും നമ്മൾ ഡൂവും ഡസും ഡിഡും എല്ലാം യൂസ് ചെയ്യും. ഞാൻ പരീക്ഷ ജയിച്ചോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് മീ. ഞാൻ പരീക്ഷ ജയിച്ചോ, അവൻ ചോദിച്ചിട്ടുണ്ടാവുക എന്താണ്? നീ പരീക്ഷ ജയിച്ചോ. ഹാവ് യു പാസ്ഡ് യുവർ എക്സാം, അതല്ലേ അവൻ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. നീ ജയിച്ചോ, അതാണ് അവൻ ചോദിച്ചത്. ഞാൻ അതിനെ കമ്പൈൻ ചെയ്ത് പറയുമ്പോഴാണ് ഞാൻ ജയിച്ചോ എന്ന് അവൻ ചോദിച്ചു എന്ന് പറയുന്നത്. ഹാവ് യു പാസ്ഡ് ദ എക്സാം അല്ലെങ്കിൽ ഹാവ് യു പാസ്ഡ് യുവർ എക്സാം, നീ പരീക്ഷ ജയിച്ചോ. ഹി ആസ്ക്ഡ് മീ, അവൻ എന്നോട് ചോദിച്ചു. നമ്മളിതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ടെൻസ് മാറ്റണം. കാരണം ഇവിടുത്തെ മെയിൻ വെർബ് ആസ്ക്ഡ് എന്നത് പാസ്റ്റ് ടെൻസിലാണ്. ഹാവ് യു പാസ്ഡ് ദ എക്സാം എന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പ്രസന്റ് പെർഫെക്റ്റിലാണ് നമ്മൾ ഹാസ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ് പാസ്ഡ് ദ എക്സാം. ഐ ഹാഡ് പാസ്ഡ് എന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഇഫ് ഹാഡ് ഐ പാസ്ഡ് എന്നല്ല പറയുന്നത്, ഇഫ് ഐ ഹാഡ് പാസ്ഡ് എന്നാണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ സബ്ജക്റ്റിന് ശേഷമാണ് വെർബ് യൂസ് ചെയ്യുക. ഞാൻ സഹായിക്കാൻ തയ്യാറാണോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് മീ, അവൻ എന്നോട് ചോദിച്ചു. അവൻ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക? നീ സഹായിക്കാൻ തയ്യാറാണോ എന്ന്. ആർ യു വില്ലിംഗ് ടു ഹെൽപ്പ് അല്ലെങ്കിൽ ആർ യു റെഡി ടു ഹെൽപ്പ്, ഇതാണ് അവന്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ. ആർ യു വില്ലിംഗ് ടു ഹെൽപ്പ്, നീ സഹായിക്കാൻ താല്പര്യമുള്ളവനാണോ, തയ്യാറാണോ. ഹി ആസ്ക്ഡ് മീ. ഇവിടെയും ആസ്ക്ഡ് എന്നത് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ആർ യു വില്ലിംഗ് ടു ഹെൽപ്പ് എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇനി ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റും. ഹി ആസ്ക്ഡ് മീ. അതുപോലെ തന്നെ ഈഫ് അല്ലെങ്കിൽ വെദർ എന്നൊരു കൺജങ്ഷനും നമ്മളിവിടെ യൂസ് ചെയ്യും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെയും കണക്ട് ചെയ്യുന്നതിന് വേണ്ടി. ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് വില്ലിംഗ് ടു ഹെൽപ്പ്. ഐ വാസ് വില്ലിംഗ് ടു ഹെൽപ്പ് എന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. പ്രൊനൗണിന് നമ്മൾ ചേഞ്ചസ് വരുത്തി, കാരണം അവൻ എന്നോട് ചോദിച്ചു എന്നാണ് പറയേണ്ടത്. ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് വില്ലിംഗ് ടു ഹെൽപ്പ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചു എന്ന് കൂടി ശ്രദ്ധിക്കാം. ശ്യാം എവിടെയാണ് താമസിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഡു യു നോ? ശ്യാം എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡസ് ശ്യാം ലിവ്? ഡു യു നോ വേർ ഡസ് ശ്യാം ലിവ്? ശ്യാം എവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണ് ജീവിക്കുന്നത്? വേർ ഡസ് ശ്യാം ലിവ്? ഇതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കുന്നത്. ഡസ് ഉപയോഗിക്കാൻ കാരണം അറിയാലോ, സബ്ജക്റ്റ് ശ്യാം ആണ്. ശ്യാം ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. വേർ ഡസ് ശ്യാം ലിവ്, ഇതാണ് നമ്മളുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസിനെയും കമ്പൈൻ ചെയ്യണം. ഡു യു നോ എന്നത് പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ആ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ടെൻസ് ഒന്നും മാറ്റുന്നില്ല. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. ഡു യു നോ വേർ ശ്യാം ലിവ്സ്? പിന്നെ അവിടെ ഡസ് ലീവ് എന്ന് പറയരുത്. ഡു യു നോ വേർ ശ്യാം ലിവ്സ്? ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ്റെ വേർഡ് ഓർഡർ സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ വേർഡ് ഓർഡറാണ്. സബ്ജക്റ്റിന് ശേഷം വെർബ്. ഡു ഡസ് ഡിഡ് നമ്മൾ യൂസ് ചെയ്യില്ല. അത് യൂസ് ചെയ്യുന്നത് ചെയ്യുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഈ വെർബ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഓക്സിലറീസ് ആയി നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഡുവോ ഡസോ ഡിഡോ ഉപയോഗിക്കില്ല. അതിന് പകരം ആ വെർബിന്റെ V1 V2 ഏതാണ് സാഹചര്യത്തിനനുസരിച്ച് ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം. നമ്മൾ ടെൻസിൽ മാറ്റം വരുത്തുന്നില്ല, സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ശ്യാം ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയത് കാരണമാണ് നമ്മൾ ലിവ് എന്ന വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യുന്നത്. ഡു യു നോ വേർ ശ്യാം ലിവ്സ്? ഞാൻ എവിടെയാണ് കാർ പാർക്ക് ചെയ്തതെന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഐ കാൺ റിമെമ്പർ. എവിടെയാണ് കാർ പാർക്ക് ചെയ്തത്? വേർ ഡിഡ് ഐ പാർക്ക് ദ കാർ? ഞാൻ എവിടെയാണ് കാർ പാർക്ക് ചെയ്തത്? ഐ കാൺ റിമെമ്പർ വേർ ഡിഡ് ഐ പാർക്ക് ദ കാർ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിലറിയാണ് ഡിഡ്. സെന്റൻസസിനെയും കമ്പൈൻ ചെയ്യാൻ നമുക്ക് സ്പെഷ്യലായി കൺജങ്ഷൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ ഒരു WH ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ആ WH ക്വസ്റ്റ്യൻ വേർഡായ വേർ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുന്നത്. ഐ കാൺ റിമെമ്പർ വേർ ഐ പാർക്ക്ഡ് ദ കാർ. വേർ ഡിഡ് ഐ പാർക്ക് എന്ന് പിന്നെ പറഞ്ഞില്ല. അതിന് പകരം എന്താണ് പറഞ്ഞത്? വേർ ഐ പാർക്ക്ഡ് ദ കാർ എന്നാണ് പറഞ്ഞത്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡു ഡസ് ഡിഡ് യൂസ് ചെയ്യുന്നില്ല ഓക്സിലറീസ് ആയിട്ട്. ഐ കാൺ റിമെമ്പർ വേർ ഐ പാർക്ക്ഡ് ദ കാർ നമ്മൾ ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് തന്നെയാണ്. ഐ കാൺ റിമെമ്പർ എന്നത് പ്രസന്റ് ടെൻസിലാണ്. ഇവിടുത്തെ മെയിൻ ക്ലോസ് പ്രസന്റ് ടെൻസിലായത് കാരണം തന്നെ സബോർഡിനേറ്റ് ക്ലോസിൽ നമുക്ക് ഏത് ടെൻസ് വേണമെങ്കിലും അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാൻ ആ ജോലിക്ക് അപേക്ഷിച്ചോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് മീ. അവൻ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക?
നീ ആ ജോലിക്ക് അപേക്ഷിച്ചു. ഹാവ് യു അപ്ലൈഡ് ഫോർ ദാറ്റ് ജോബ്. ഹാവ് യു അപ്ലൈഡ് ഫോർ ദാറ്റ് ജോബ് ഇതാണ് അവൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് സെന്റൻസസ്. ഹാവ് യു അപ്ലൈഡ് ഫോർ ദാറ്റ് ജോബ് അല്ലെങ്കിൽ ഡിഡ് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. ഹി ആസ്ക്ഡ്. ഇനി നമുക്കിതിനെ കമ്പൈൻ ചെയ്യണം. ഹി ആസ്ക്ഡ് ഏത് കൺജങ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക? ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് ഉപയോഗിക്കുക. കാരണം ഹാവ് യു അപ്ലൈഡ് ഫോർ ദാറ്റ് ജോബ് എന്നത് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ഇഫ് അല്ലെങ്കിൽ വെദർ ആണ്. ഹി ആസ്ക്ഡ് ഇഫ്. പ്രൊനൗൺസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ അപേക്ഷിച്ചോ എന്ന് അവൻ ചോദിച്ചു എന്നാണ് എനിക്ക് പറയേണ്ടത്. അവൻ നീ അപേക്ഷിച്ചോ എന്ന് ചോദിച്ചു. ഞാനത് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ അപേക്ഷിച്ചോ എന്ന് ചോദിച്ചു എന്നാണ്. യു എന്ന പ്രൊനൗണിന് പകരം പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഐ എന്ന പ്രൊനൗൺ ആണ്. ഹി ആസ്ക്ഡ് ഇഫ് I had applied for that job. Have you applied for that job എന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റി. വെദർ ഐ ഹാഡ് അപ്ലൈഡ് ഫോർ ദാറ്റ് ജോബ് എന്നാക്കി. വേർഡ് ഓർഡർ ശ്രദ്ധിക്കുക. സബ്ജക്റ്റിന് ശേഷം ആണ് നമ്മൾ വെർബ് യൂസ് ചെയ്തിട്ടുള്ളത്. നീ നിന്റെ ഹോംവർക്ക് ചെയ്തോ എന്ന് അമ്മ മകനോട് ചോദിച്ചു. അമ്മ മകനോട് ചോദിച്ചു. ദ മദർ ആസ്ക്ഡ് ഹെർ സൺ. അമ്മ മകനോട് ചോദിച്ചു. ദ മദർ ആസ്ക്ഡ്. നീ നിന്റെ ഹോംവർക്ക് ചെയ്തോ. അമ്മ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്. നീ നിന്റെ ഹോംവർക്ക് ചെയ്തോ. ദ മദർ ആസ്ക്ഡ് ഹെർ സൺ ഇഫ് ഹി ഹാഡ് ഡൺ ഹിസ് ഹോംവർക്ക്. ഹാവ് യു ഡൺ എന്നത് പ്രസന്റ് പെർഫെക്റ്റിലാണ്. നമ്മൾ പിന്നെ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി. ഹി ഹാഡ് ഡൺ എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ദ മദർ ആസ്ക്ഡ് ഹെർ സൺ ഇഫ് ഹി ഹാഡ് ഡൺ ഹിസ് ഹോംവർക്ക്. ഇഫിന് പകരം വെദർ ഉപയോഗിക്കാം. ദ മദർ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ സംസാരിക്കുന്നത് ഏതോ ഒരു അമ്മയെക്കുറിച്ചാണ്, നമ്മളുടെ അമ്മയെക്കുറിച്ചല്ല. നമ്മളുടെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മൈ മദർ അല്ലെങ്കിൽ മദർ എന്ന് മാത്രമേ പറയൂ. ദ മദർ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ മദർ, ഏതോ ഒരു പ്രത്യേക അമ്മയെക്കുറിച്ച് കേൾക്കുന്നയാളിനും പറയുന്ന നമുക്കും അറിയാവുന്ന ഒരു അമ്മയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ദ മദർ എന്ന് പറയുന്നത്. ഞാൻ മറ്റേതെങ്കിലും ഭാഷകൾ സംസാരിക്കുമോ എന്ന് അവൾക്ക് അറിയണമായിരുന്നു. അവൾക്ക് അറിയണമായിരുന്നു. ഷീ വാണ്ടഡ് ടു നോ. അവൾക്ക് അറിയണമായിരുന്നു. ഞാൻ മറ്റേതെങ്കിലും ഭാഷകൾ സംസാരിക്കുമോ. അവൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഡു യു സ്പീക്ക് എനി അതർ ലാംഗ്വേജസ്. നിങ്ങൾ മറ്റേതെങ്കിലും ഭാഷ സംസാരിക്കുമോ. അതല്ലേ അവളുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഡു യു സ്പീക്ക് എനി അതർ ലാംഗ്വേജസ്. നിങ്ങൾ മറ്റേതെങ്കിലും ഭാഷ സംസാരിക്കുമോ. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കിനി ഇതിനെ കമ്പൈൻ ചെയ്യണം. ഷീ വാണ്ടഡ് ടു നോ എന്ന് പറയുമ്പോൾ അതിലെ ആ വാണ്ടഡ് അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലായത് കാരണം നമ്മൾ പിന്നെ സബോർഡിനേറ്റ് ക്ലോസിലും യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഷീ വാണ്ടഡ് ടു നോ ഇഫ് ഐ സ്പോക്ക് എനി അതർ ലാംഗ്വേജസ്. ഷീ വാണ്ടഡ് ടു നോ ഇഫ് ഐ സ്പോക്ക് എനി അതർ ലാംഗ്വേജസ്. ഡു യു സ്പീക്ക് എന്നല്ല പിന്നെ നമ്മൾ പറയുന്നത്. ഡിഡ് ഐ സ്പീക്ക് എന്നും അല്ല പറയുന്നത്. അതിന് പകരം നമ്മൾ ഐ സ്പോക്ക് എന്നാണ് പറഞ്ഞത്. നിനക്ക് എന്താണ് വേണ്ടതെന്ന് എന്നോട് പറയൂ. എന്നോട് പറയൂ. ടെൽ മീ. നിനക്ക് എന്താണ് വേണ്ടത്. വാട്ട് ഡു യു വാണ്ട്. ടെൽ മീ വാട്ട് ഡു യു വാണ്ട്. ഇതാണ് നമ്മളുടെ രണ്ട് സെന്റൻസസ്. ഇനി ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ടെൽ മീ വാട്ട് യു വാണ്ട്. പിന്നെ നമ്മളിവിടെ ഡു യു വാണ്ട് എന്ന് പറയുന്നില്ല, വാട്ട് യു വാണ്ട്. അവൻ എവിടെയായിരുന്നു എന്ന് ഞാൻ അവനോട് ചോദിച്ചു. ഞാൻ അവനോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹിം. എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? നീ എവിടെയായിരുന്നു. വേർ ഹാവ് യു ബീൻ. ഇതാണ് എൻ്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ. ഐ ആസ്ക്ഡ് ഹിം വേർ ഹാവ് യു ബീൻ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വേർ ഹാവ് യു ബീൻ എന്ന് പറയുമ്പോൾ പാസ്റ്റിലെ ഏതോ ഒരു സമയം തൊട്ട് ഇപ്പതാ ഈ സംസാരിക്കുന്ന സമയം വരെയുള്ള ഒരു പീരിയഡിനെ കുറിച്ചാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ആ സമയത്ത് എവിടെയായിരുന്നു എന്നാണ് അറിയേണ്ടത്. കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? ഐ ആസ്ക്ഡ് ഹിം വേർ ഹി ഹാഡ് ബീൻ. പ്രൊനൗണിൽ വ്യത്യാസം വന്നു, ടെൻസിലും വ്യത്യാസം വന്നു. കാരണം ആസ്ക്ഡ് എന്നത് പാസ്റ്റ് ടെൻസിലാണ്. വേർ ഹാവ് യു ബീൻ എന്നത് പ്രസന്റ് പെർഫെക്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. വേർ ഹി ഹാഡ് ബീൻ എന്നത് പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐ ആസ്ക്ഡ് ഹിം വേർ ഹി ഹാഡ് ബീൻ. പ്രസന്റ് പെർഫെക്റ്റിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റി. പിന്നെ സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ചെയ്യൂ. ചെയ്യൂ. ഡു. ഞാൻ പറഞ്ഞത്. വാട്ട് ഐ സെഡ്. ഡു വാട്ട് ഐ സെഡ്. ഞാൻ പറഞ്ഞത് ചെയ്യൂ. ഞാൻ ചെയ്തത് എന്നതിന് എന്ത് പറയൂ? വാട്ട് ഐ ഡിഡ്. ഞാൻ കണ്ടത്. വാട്ട് ഐ സോ. ഞാൻ കേട്ടത്. വാട്ട് ഐ ഹേർഡ്. ഡു വാട്ട് ഐ സെഡ്. ഞാൻ പറഞ്ഞത് ചെയ്യൂ. അവൾ വരുമോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. അവൾ വരുമോ. വിൽ ഷീ കം. കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിൽ ഷീ കം എന്നത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ കമ്പൈൻ ചെയ്യാൻ നമ്മൾ ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കും. ഐ ഡോണ്ട് നോ ഇഫ് ഷീ
വിൽ കം. കാര്യമായ വ്യത്യാസം ഒന്നും വരുത്തിയില്ല, വില്ലിന്റെ പൊസിഷനിലാണ് വ്യത്യാസം വരുത്തിയത്. വിൽ ഷീ കം എന്നത് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ വിൽ സബ്ജക്റ്റായി ഷീക്ക് മുന്നിൽ വന്നു. ഇഫ് ഷീ വിൽ കം എന്നത് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അവിടെ വിൽ എന്നത് സബ്ജക്റ്റായി ഷീക്ക് ശേഷമാണ് വന്നത്. നമ്മൾ വില്ലിനെ വുഡ് ആക്കുന്നില്ല, കാരണം നമ്മുടെ മെയിൻ ക്ലോസ് ഐ ഡോണ്ട് നോ എന്നത് പ്രസന്റ് ടെൻസിലാണ്. മെയിൻ ക്ലോസ് പ്രസന്റ് ടെൻസിലാവുമ്പോൾ പിന്നെ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ വില്ലിനെ വുഡോ ക്യാനിനെ കുഡോ അതൊന്നും ആക്കി മാറ്റില്ല. വിൽ, ക്യാൻ അതെല്ലാം അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുക. ഐ ഡോണ്ട് നോ ഇഫ് ഷീ വിൽ കം, അവൾ വരുമോ എന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ന മീനിങ്ങിൽ നമ്മൾ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കും. ഒരു സ്റ്റേറ്റ്മെന്റിനെയും ഒരു എസ് ഓർ നോ ക്വസ്റ്റിനെയും അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസിനെയും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എസ് ഓർ നോ ക്വസ്റ്റിനെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ന മീനിങ്ങിൽ ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കും. നമുക്കൊരു WH ക്വസ്റ്റിനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റിനോട് അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റിനോട് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ സ്പെഷ്യലായി ഒരു കൺജങ്ഷനും യൂസ് ചെയ്യുന്നില്ല. ആ WH ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഏതോ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ വൈ, വാട്ട്, വിച്ച്, വേർ ഇതെല്ലാം നമുക്ക് കൺജങ്ഷൻസ് പോലെ ഇങ്ങനെ കമ്പൈൻ ചെയ്യാനായി യൂസ് ചെയ്യാൻ സാധിക്കും. ടെൻസിൽ വ്യത്യാസം വരുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക. മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ പിന്നെ നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കും. മെയിൻ ക്ലോസ് പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ ടെൻസിൽ ഇങ്ങനെ വ്യത്യാസം വരില്ല. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റു വീഡിയോസും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.